ബീങ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ പറയാണ്, ഞങ്ങളെ അതൊരു പുതിയ കാര്യമല്ലല്ലോ. പഠിപ്പിച്ചിരിക്കുന്ന കലേനെ ഒരിക്കലും കൊല ചെയ്യരുതെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. കലേനെ അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ. ശരിക്കും നമ്മൾ എൻകറേജ് ചെയ്യണം, അതിനെ പ്രൊമോട്ട് ചെയ്യണം. ബീങ് ആൻ ആർട്ടിസ്റ്റ്, നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പോലും പൈസ മേടിക്കാതെ ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് അതിനെ സക്സസ് ആക്കണം എന്നാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ചെയ്യുന്നത് ശരിക്കും സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ അത് ട്രൂലി ബിസിനസ് ആയിട്ട് കലേനെ കൊല ചെയ്യല്ലേ ചെയ്യുന്നത്. ഇങ്ങനെയുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ കിട്ടുന്ന പൈസ പകുതി നിങ്ങൾ കൊടുക്കാറില്ല, സന്തോഷപ്പെടാറുണ്ട്. മനസ്സിലായില്ല, മുതലും പലിശ ചേർത്ത് കിട്ടി, സന്തോഷപ്പെടാറുണ്ട്. മനസ്സിലായില്ല എങ്ങനെ? ഞങ്ങൾ കലയെ ഇത്ര ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവര് ടിക്കറ്റ് വെച്ചാണ് തിയേറ്ററിൽ ജനങ്ങളെ കാണിക്കുന്നത്. എന്താ ഉറക്കം വരുന്നു അല്ല, ഇതിന് മറുവശം, ഞങ്ങൾ കലയെ ഇത്ര ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞവർ ഇത്ര കോടിയും ലക്ഷം വാങ്ങിച്ചിട്ടാ ചെയ്യുന്നത്. അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു പറയുമ്പോൾ മുഴുവൻ പറയണം. ആൻ ആർട്ടിസ്റ്റ് നീഡ് സം സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ്. ഇവിടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല, ഞാൻ ഉറപ്പ് തരാം. എത്ര സ്റ്റാർസിന്റെ ഫേസ്ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ അവർ മറുപടി കൊടുക്കുന്നുണ്ട്, സന്തോഷം വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ കലയെ കൊലയാക്കുന്നോ എന്ന് പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് കൃത്യമായിട്ട് ജനങ്ങളുമായി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഏത് ഒരു മകൻ സ്വന്തം എല്ലാവരും ബിസിനസ്സാണ് ചെയ്യുന്നത്. നിങ്ങളല്ലേ പറഞ്ഞ എല്ലാവരും ആർട്ടിസ്റ്റ് കമേഴ്ഷ്യൽ ഉണ്ട്. പക്ഷേ സന്തോഷ് നേരത്തെ പറഞ്ഞതുപോലെ കലയെ ഈ കൂടുതൽ നമ്മൾ കൊല ചെയ്യരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഇവിടെ എല്ലാവരും, ഇവിടെ അവാർഡ് സിനിമ കിട്ടിയ ആളുകൾ വരെ പക്ക ബിസിനസ്സുകാരാണ്. ഞാൻ അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും.